ഇപ്പോളേ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ? ഇന്ന് നബിദിനമാണ്, ഓണമാണ്. സെപ്റ്റംബർ 5 റബീഉൽ അവ്വൽ 12. അപ്പം നമ്മളിന്ന് പോകുന്നത് നേരെ മദ്രസയിലേക്കാണ്. മദ്രസയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നബിദിനത്തിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയുണ്ട്, അത് കൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളുടെ രഥത്തിൽ ഞാനും പിള്ളേർ സെറ്റെല്ലാം കൂടി പോവുകയാണ് കേട്ടോ. അപ്പം നേരെ പോകുന്ന മദ്രസയിലേക്കാണ്. അപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നല്ല രസമാണ്. ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ആണ് ഘോഷയാത്രയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഒത്തിരി അപ്ഡേറ്റ് ആയി കേട്ടോ. ഇപ്പം പഴയതുപോലൊന്നും അല്ല. അങ്ങനെ നബിദിന ഘോഷയാത്രയ്ക്കുള്ള കുട്ടികളാണ് എല്ലാവരും ഘോഷയാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുട്ടികളെല്ലാം ക്യൂ ആയി നിന്ന് വേണം ഘോഷയാത്രയ്ക്ക് പോകാൻ. അങ്ങനെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഓരോ ക്യൂ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ ഇതേപോലെ ക്യൂ ഒക്കെ നിന്ന് തക്ബീറൊക്കെ വിളിച്ച് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ കാപ്പിക്കമ്പ് വെട്ടിയാണ് ഈ ഘോഷയാത്രയ്ക്ക് കൊടിക്കുള്ള കമ്പ് കൊണ്ടുവന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ആയി കേട്ടോ. ഇപ്പം PVC പൈപ്പാണ്. അപ്പം എല്ലാത്തിലും ഒരു ചേഞ്ച് ആണല്ലോ. അങ്ങനെ ദഫ്മുട്ടാണ്. ദഫ്മുട്ട് നമ്മുടെ ടൈമിൽ ദഫ്മുട്ടൊന്നും ഇല്ലായിരുന്നു. ഈ ടൈമിൽ പിള്ളേരുടെ ഒരു സന്തോഷമാണ് ദഫ്മുട്ടും കാര്യങ്ങളും എല്ലാം കണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഘോഷയാത്ര ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം വലിയ ആൾക്കാരായി, അതുകൊണ്ട് ഇപ്പം ഞങ്ങളൊക്കെയാണ് ഇപ്പം നേതൃത്വം വഹിക്കുന്നത്. രാവിലെ 7 മണിക്കാണ് ഈ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്താ വെച്ചാൽ വെയിൽ ഉറക്കുന്നതിന് മുമ്പ് തിരിച്ച് കയറണം, അതിന് വേണ്ടിയാണ്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടാണ്, പള്ളിയുണ്ട്, പള്ളിക്ക് പോകണം. അതുകൊണ്ട് നേരത്തെ പരിപാടി തീർക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലെ മെയിൻ ഉസ്താദും ആൾക്കാരെല്ലാം മുമ്പിൽ പോയി, കുട്ടികൾ പുറകെ ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പള്ളിയിലെ ആൾക്കാരും കമ്മിറ്റിക്കാരും എല്ലാവരും ഉണ്ട്. പണ്ട് ഉസ്താദന്മാരായിരുന്നു മെയിനായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം സെയ്താന്മാരും ഉണ്ട് കേട്ടോ, ഈ ഓദിച്ച പള്ളിയിൽ ഓദിക്കാൻ വേണ്ടി. അപ്പോൾ അവരും കൂടെയാണ് ഇത് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ നൈനാരപ്പള്ളി അങ്കണത്തിൽ കൂടി നേരെ മെയിൻ എൻട്രൻസ് വഴി ടൗണിലേക്ക് ഇറങ്ങുവാണ്. ഇത് കാണുമ്പോഴേ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ സന്തോഷവും. അപ്പം നമ്മളോർക്കും ഈ കുട്ടികൾ നടക്കത്തില്ലായിരിക്കും, ഇത്രയും ദൂരം നടന്നു പോകണം എന്നൊക്കെ ഓർക്കും. പക്ഷേ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പം അങ്ങനെ ടൗണിലേക്ക് നേരെ എൻ്റർ ചെയ്തേക്കുവാണ് ഘോഷയാത്ര. അപ്പം നമ്മളിനി ടൗൺ ചുറ്റി വേണം വരാൻ. അങ്ങനെ കുട്ടികൾ ദഫൊക്കെ മുട്ടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് വേറൊരു മദ്രസയാണ്. ഇവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ളതാണ്. ഹൈറാ ബേബി ആദ്യം തന്നെ മടുത്ത് നേരെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കയറി. ഇനി പുള്ളിക്കാരി നടക്കാൻ കിട്ടത്തില്ല. അങ്ങനെ ദഫും എല്ലാം മുട്ടി നമ്മുടെ കുട്ടികൾ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അവരുടെ റാലിയാണ്, നൂറ് മസ്ജിദിൻ്റെ റാലിയാണ് ഈ വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ റാലി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കാഞ്ഞിരപ്പള്ളി മെയിൻ ടൗണിലെത്തി കേട്ടോ. മെയിൻ ടൗണിൽ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം മെയിൻ ടൗണിൽ നിന്ന് ദഫെല്ലാം മുട്ടി ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പേട്ടവളംൻ്റെ സ്ഥലമുണ്ട്, അതുവഴി വേണം ഞങ്ങൾ കയറിപ്പോകാൻ. അവിടെയാണ് മദ്രസ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇതാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ചെറിയ മധുരപലഹാരങ്ങളെല്ലാം വിതരണം ചെയ്ത് വഴിയിലെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കും ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. കുറച്ച് ദൂരം അധികം നടന്നപ്പോൾ തന്നെ പിള്ളേരെല്ലാം തളർന്നു. കാരണം പിള്ളേർക്ക് ഇതൊന്നും ശീലമില്ലല്ലോ, പണ്ടത്തെ പോലെയല്ലോ ഇപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കൊണ്ടുവിട്ടും അങ്ങനെ പിള്ളേരെല്ലാം പഠിച്ചു പോയി. അങ്ങനെ നമ്മൾ നേരെ മദ്രസയിലേക്ക് വന്ന് കയറുവാണ്. ഇനി കുട്ടികൾ ഒന്ന് വിശ്രമം കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം. ഒരു 300 പേരടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ വെള്ളമെല്ലാം കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, വെള്ളമെല്ലാം കുടിച്ചു. ഇനി നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ മദ്രസയിലെ പിള്ളേർക്കുള്ള സമ്മാനദാനവും ചെറിയൊരു പ്രസംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിങ്ങനെ ചെറിയൊരു മധുരമൊക്കെ കൊടുത്ത് പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കഴിച്ച് വിടും കേട്ടോ. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്ത് നൈനാർ ജുമാ മസ്ജിദിൻ്റെ ഇമാമാണ്. അപ്പം ഇമാമാണ് നമ്മുടെ ഈ നബിദിനാഘോഷം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുട്ടികളോട് ചെറിയ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ്
ഇമാമ ചെറിയൊരു പ്രസംഗം നടത്തി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രസംഗമായിരുന്നു. ഇനി അടുത്തത് പിള്ളേർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് സമ്മാനദാനം. ഒത്തിരി കലാപരിപാടികളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സമ്മാനദാനം ഉസ്താദും അവരും എല്ലാം കൂടി നിർവഹിച്ചു. അങ്ങനെ ചെറിയൊരു മധുരം എല്ലാം കൊടുത്ത് നബിദിന ഘോഷയാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ